നമസ്കാരം. ജാതക കഥകളിലെ 117-ാമത്തെ കഥ ആമ്പൽ പൊയ്ക. പിന്നീട് സേനകൻ ആവശ്യപ്പെട്ടത് ഒരു ആമ്പൽ പൊയ്കയാണ്. നിർദ്ദേശം ഇതായിരുന്നു: രാജാവിന് കുളിക്കാൻ ഒരു ആമ്പൽ പൊയ്ക കൊട്ടാരത്തിലെത്തിക്കണം. 5 തരം ആമ്പലുകളുള്ളത്, അല്ലെങ്കിൽ 1000 പണം പിഴ. ഇതറിഞ്ഞപ്പോൾ ബോധിസത്വൻ ഗ്രാമക്കാരോട് പറഞ്ഞു, സാരമില്ല, ഇതിന് മറുതന്ത്രമുണ്ട്. ബോധിസത്വൻ ഗ്രാമീണരെ എല്ലാം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും കുളത്തിൽ പോയി ചാടിത്തിമിർത്ത് കുളിക്കണം. വെള്ളത്തിൽ കിടന്ന് കണ്ണ് ചുവന്ന് കഴിയുമ്പോൾ, ദേഹത്ത് ചേറ് പറ്റി കഴിയുമ്പോൾ, നനഞ്ഞ തുണികളോടെ വെള്ളമൊലിപ്പിച്ചുകൊണ്ട് കയ്യിൽ കല്ലും കട്ടയും കയറുമൊക്കെയായി കൊട്ടാരത്തിൻ്റെ വാതിലിൽ എത്തണം. ബഹളം കേട്ട് രാജാവെത്തുമ്പോൾ ഇങ്ങനെ പറയണം: പ്രഭോ, അങ്ങയുടെ ആഗ്രഹം പോലെയുള്ള ഒരു ആമ്പൽ കുളം ഞങ്ങൾ കാട്ടിൽ നിന്ന് കെട്ടിവലിച്ച് ഇവിടെ എത്തിച്ചു. എന്നാൽ കാട്ടിൽ കഴിഞ്ഞിരുന്ന അവൻ ഈ പട്ടണത്തിൻ്റെ കോട്ടയും കിടങ്ങുമൊക്കെ കണ്ട് പേടിച്ച് കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങ് കാട്ടിൽ നിന്ന് നേരത്തെ കൊണ്ടുവന്ന കുളത്തെ കൂടി തന്നയച്ചാൽ താപ്പാനെ കൊണ്ടുപോയി കാട്ടാനയെ കൂട്ടിക്കൊണ്ടുവരുന്നത് പോലെ പിണങ്ങിയ കുളത്തെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാമായിരുന്നു. ബോധിസത്വൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ അവർ ചെയ്തു. അവരുടെ ആവശ്യം കേട്ട് രാജാവ് അത്ഭുതപ്പെട്ടു. എന്തു വങ്കത്തമാണ് നിങ്ങൾ പറയുന്നത്? കുളം എങ്ങനെയാണ് തന്നയക്കുന്നത്? അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, എങ്കിൽ കുളം എങ്ങനെയാണ് കൊണ്ടുവരിക? ആ പ്രാവശ്യവും രാജാവ് ബോധിസത്വനെ അഭിനന്ദിച്ചു. നന്ദി.